ഇന്ന് നമുക്ക് നല്ലൊരു കുറുവ അരി വെച്ചിട്ട് ബീഫും ഉണ്ട് ഒരു ഇറച്ചിച്ചോറ് റെഡിയാക്കിയാലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കൈമരി കൊണ്ട് വെക്കുന്നതിനേക്കാളും രുചിയാണ് ഈ ഒരു അരി വെച്ച് ചെയ്താൽ. ഞാനിവിടെ ഒരു 1/2 കിലോൻ്റെ അടുത്തുള്ള ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ളതാണ്. അതിലേക്ക് ഒരു വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു 10-15 ചുവന്നുള്ളി അരിഞ്ഞത്, പിന്നെ ഒരു വലിയ തക്കാളി, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3 പച്ചമുളകും കൂടി ചതച്ചെടുത്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത്, പിന്നെ അതിലേക്ക് കുറച്ച് ബീഫ് മസാലപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, അതായത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടി, 1 ടീസ്പൂൺ അളവിലുള്ള വലിയ ജീരകം പൊടിച്ചത് എന്നിവ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണോളം. പിന്നെ അതേപോലെ ഒരു 1/2 മുറി ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. അപ്പോൾ ഈ കുരു കുടുങ്ങാതെ വേണം കേട്ടോ. കുരു ഇട്ടാൽ ഭയങ്കര ഒരു കയ്പ്പാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ഈ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നതിന് ശേഷം നല്ലോണം കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ബീഫൊക്കെ കറി വെക്കുന്ന പോലെ തന്നെ. പിന്നെ ഇതിലേക്ക് മറക്കാതെ ഒരു ചെറിയൊരു ടീസ്പൂൺ അളവിലുള്ള ഉലുവ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. സാധാരണ ബീഫ് കറി വെക്കുന്ന വെള്ളം വെക്കണ്ട കേട്ടോ ഈ ഒരു കറി വെക്കുമ്പോൾ. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ഏലക്കായ, അതേപോലെ തന്നെ ഒരു 5-6 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട എന്നിവ കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. തിളച്ച വെള്ളമാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രം അരിയാണെങ്കിൽ 2.5 പാത്രം വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അരിൻ്റെ ആ ഒരു വേവ് അനുസരിച്ചിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് ഒരു 2-3 അല്ലി കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കുറുവ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം നമ്മൾ ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ച് കൊടുക്കണ്ട. ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് വെള്ളം കുറയ്ക്കണം കേട്ടോ ഒഴിക്കുമ്പോൾ. പിന്നെ അതേപോലെ തിളച്ച വെള്ളം സൈഡിൽ റെഡിയാക്കി വെച്ചാൽ നമുക്ക് വെള്ളം ഈ വേവ് ഉണ്ടാവില്ല ചില അരിക്ക്. അപ്പോൾ അതിനനുസരിച്ച് കുറേശ്ശെ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ അരി ഒരു 80% വേവായതിന് ശേഷം അതിലേക്ക് ആ ഒരു ബീഫ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ അതിൽ ഒരു സിമ്മിലിട്ടിട്ടാണ് കേട്ടോ മൂടി തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടാണ് അതിൽ ബാക്കിയുള്ള അരിൻ്റെ വേവ് റെഡിയാക്കേണ്ടത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിലേക്ക്. കൈമ അരി ഇട്ട് ഈ ഒരു ഇറച്ചിച്ചോറ് വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. ഇത് മുമ്പൊക്കെ പണ്ട് കാലത്തെ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ ഇറച്ചിച്ചോറ് വെക്കൽ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ.